ബെർണബ്യൂവിൽ നിന്ന് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഡ്രസ്സിംഗ് റൂമിലും ട്രെയിനിങ് സെഷനിലുമൊക്കെ അടിയോടടി. ചില്ലറ തല്ലൊന്നുമല്ല. തലപൊട്ടിയ ഫെഡറിക്കോ വാൽവെർഡയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എൽ ക്ലാസിക്കോ നഷ്ടമാകുമെന്ന് ക്ലബിന്റെ ഔദ്യോഗിക പ്രസ്താവനയെത്തി. തല്ലിയവനും തല്ലുകൊണ്ടവനുമൊക്കെ എതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്നും. 15 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുടെ തലപ്പൊക്കം, ക്ലബ് ഓഫ് ദ സെഞ്ചുറി, യൂറോപ്പിലെ ഏറ്റവും മികച്ച താരങ്ങൾ അണിനിരക്കുന്ന നക്ഷത്ര സംഘം, അങ്ങനെ ഒരു റോയൽ പാരമ്പര്യം അവകാശപ്പെടുന്ന ഫ്ലോറന്റിനോ പെരസിന്റെ കൂടാരത്തിൽ നിന്ന് മുമ്പൊന്നും ഇത്രയും വലിയ തല്ലുമാല കഥകൾ കേട്ടിട്ടില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഫ്രഞ്ച് മിഡ്ഫീൽഡർ ചുവാമെനിയും വാൽവെർഡയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ സംഭവിച്ചത്. ഇക്കുറി അടിയൊരൽപ്പം കനത്തു. ചോര പൊട്ടി. എൽ ഫാൽക്കൺ ഫെഡയെ വീൽ ചെയറിലാണ് ആശുപത്രി വിട്ടത്. ദിവസങ്ങൾക്ക് മുമ്പാണ് അൽവാരോ കരേറാസും ആന്റോയിൻ റുഡിഗറും ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഏറ്റുമുട്ടിക്കുന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. സാബി അലോൺസോക്ക് മാൻ മാനേജ്മെന്റ് അറിയില്ലെന്നായിരുന്നു അയാൾ പടികിറങ്ങുന്ന കാലത്ത് ഉയർന്നിരുന്ന ഏറ്റവും വലിയ വിമർശനം. ഇപ്പോഴിതാ മാൻ മാനേജ്മെന്റിനെ കുറിച്ച് 100 നാവിൽ വർത്തമാനം പറഞ്ഞെത്തിയ അൽവാരോ അർബലോവയ്ക്ക് ഡാനി കാർവഹാൽ അടക്കം പലരുമായും അസ്വാരസ്യങ്ങളുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു. അതിൻ്റെ എൽ ക്ലാസിക്കോക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കിലിയൻ എംബാപ്പെ തൻ്റെ കാമുകിക്കൊപ്പം ഇറ്റലിയിൽ സമയം ചെലവഴിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് ആരാധകരോഷം ഇളക്കിവിട്ടു. കിരീടമില്ലാതെ ഒരു സീസൺ കൂടി അവസാനിക്കാനിരിക്കെ താരങ്ങൾ ഇത്രയും ലാഘവ സമീപനം പുലർത്തുന്നതാണ് ആരാധകരെ ചൊടിപ്പിച്ചത്. വ്യാഴാഴ്ച പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ റയൽ മാഡ്രിഡ് പറയുന്നത് ഇങ്ങനെ: സീനിയർ ടീമിന്റെ പരിശീലന സെഷനിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ചുവാമെനിക്കും വാൽവെർഡയ്ക്കുമെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. അതേസമയം വാൽവെർഡയുടെ പരിക്ക് ഗുരുതരമല്ലെങ്കിലും 14 ദിവസം വിശ്രമം വേണമെന്ന് ക്ലബ് വൃത്തങ്ങൾ അറിയിച്ചു. തനിക്കും ചുവാമെനിക്കും ഇടയിൽ സംഘർഷമുണ്ടായിട്ടില്ല എന്നാണ് വാൽവെർഡയുടെ പ്രതികരണം. പ്രചരിക്കുന്നതെല്ലാം വ്യാജ വാർത്തകളാണെന്നാണ് താരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാനും ഒരു സഹതാരവും തമ്മിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നേര് തന്നെ. സാധാരണ ലോക്കർ റൂമിൽ ഇത് സംഭവിക്കാറുണ്ട്. അവിടെ വെച്ച് തന്നെ അത് പരിഹരിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ചിലർ ഉദ്ദേശപൂർവ്വം റൂമറുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കിരീടമില്ലാത്തൊരു സീസണിൽ റയൽ മാഡ്രിഡിനെ എല്ലാവരും കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. എൻ്റെ തലയിലെ മുറിവ് ഒരു ഡെസ്കിൽ ആക്സിഡൻ്റലി ഇടിച്ചപ്പോൾ ഉണ്ടായതാണ്. ഒരാളും എന്നെ തല്ലിയിട്ടില്ല. തിരിച്ചും ഞാൻ ആരെയും തല്ലിയിട്ടില്ല. ടീം നിലവിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾ ആയിരിക്കാം ഈ വാക്കേറ്റങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നത്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ തന്നെ ഉണ്ടാകും, വാൽവെർഡെ തൻ്റെ നീണ്ട കുറിപ്പിൽ പറയുന്നു. നേരത്തെ അൽവാരോ കരേറാസും തന്നെയും റുഡിഗറിനെയും ചുറ്റിപ്പറ്റി ഉയരുന്ന വാർത്തകളെ നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. കിലിയൻ എംബാപ്പയെ വിൽക്കണം എന്ന് റയലിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ലോറന്റിനോ പെരസിന് ആരാധകർ പെറ്റീഷനുകൾ അയച്ചത് വലിയ വാർത്തയായിരുന്നു. 30 മില്യൺ പേരാണ് പെറ്റീഷനിൽ ഒപ്പുവച്ചത്. സമീപകാലത്ത് എംബാപ്പെ ഇല്ലാതെ കളിച്ച 5 മത്സരങ്ങളിലാണ് റയൽ ജയിച്ചത്. എംബാപ്പെ എത്തുമ്പോൾ ടീമിന്റെ റിഥം പോലും നഷ്ടമാകുന്നുണ്ടെന്ന് വരെ ആരാധകർ എഴുതിവിടുന്നുണ്ട്. വാൽവെർഡയ്ക്കും ചുവാമെനിക്കുമെതിരെ കടുത്ത നടപടികളിലേക്കാണ് റയൽ കടക്കാനൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സീരിയസ് ഒഫൻസിന് 3 മുതൽ 10 വരെ മത്സരങ്ങളിലെ പ്രതിഫലം തടഞ്ഞു വെക്കാമെന്നാണ്. കടുത്ത അച്ചടക്കലംഘനമാണെങ്കിൽ 11 മുതൽ 20 വരെ മത്സരങ്ങളിലെ സാലറി കട്ട് ചെയ്യാം. ഏതായാലും ബെർണബ്യൂവിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്രക്ക് സുഖകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ സാബി അലോൺസോയും താരങ്ങളും തമ്മിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ടീമിലെ പല സീനിയർ താരങ്ങൾക്കും സാബിയുമായി അസ്വാരസ്യങ്ങളുണ്ടായി. അക്കൂട്ടത്തിലും പ്രധാനി വാൽവെർഡെ ആയിരുന്നു. വിനീഷ്യസ് ജൂനിയറും സാബിയും തമ്മിലെ പ്രശ്നങ്ങൾ പിന്നീട് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി. എൽ ക്ലാസിക്കോയിലടക്കം അരങ്ങേറിയ അനിഷ്ട സംഭവങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. സാബിക്ക് കീഴിൽ കളിക്കില്ലെന്നും കോൺട്രാക്ട് പുതുക്കാൻ തയ്യാറല്ലെന്നും അടക്കം വിനീഷ്യസ് റയലിനെ അറിയിച്ചു. പിന്നീടുണ്ടായ തുടർ തോൽവികളിൽ സാബി സാക്ക് ചെയ്യപ്പെട്ടു. സാബിയുടെ പകരക്കാരനായി എത്തിയ അർബലോവ മാൻ മാനേജ്മെന്റിൽ PhD എടുത്തു വന്നതുപോലെയാണ് ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. ഇപ്പോഴിതാ അയാളുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വഴുതിപ്പോയിരിക്കുന്നു. ഫ്ലോറന്റിനോ പെരസിന്റെ ആക്ഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.